നിക്ക് വിഷ്ണു. ഏയ്. അയ്യോ, എനിക്ക് വയ്യ. കയറി വാ. മതി, ഇവിടെ ഇരിക്കാം നമുക്ക്. മതി വിഷ്ണു, എനിക്ക് വയ്യ. അയ്യേ. കൺമഷി. അയ്യോ, എത്ര പെട്ടെന്ന് നമ്മൾ മുകളിലെത്തിയത്. ഞാനും ചിന്നും മിന്നും ഒക്കെ കൂടി വരുമ്പോ ഒത്തിരി സമയം എടുക്കും. ഇപ്പൊ ഇത്ര പെട്ടെന്ന് എത്തിയത് എന്തുകൊണ്ടാണെന്നറിയോ? We are in love. വേണ്ട വേണ്ട, 10 അടി അകലത്തിൽ നിന്നാ മതിയെന്നാ എനിക്കുള്ള നിർദ്ദേശം. ആരുടെ? എന്റെ ഗ്യാങ്ങിന്റെ. എങ്കിൽ പിന്നെ കുന്നും കയറി ഇങ്ങോട്ട് വന്നത് എന്തിനാ? എനിക്ക് പേടിയാവുക. എന്തിനാ? ഇതൊക്കെ എവിടെ എത്തും, എത്ര നാളുണ്ടാവും എന്നൊക്കെ ഓർക്കുമ്പോ. ഇങ്ങനെയാണെങ്കിൽ അധിക നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാ അവിടെ ഒരു മൊരട്ട് കിളവനില്ലേ, അയാളും ഞാനും തമ്മിൽ ശരിയാവില്ല. ദേ, മുത്തശ്ശനെ പറ്റി വേണ്ടാത്തൊന്നും പറയരുത്. പാവ, ഒരുപാട് താലോലിച്ച് വളർത്തിയ ഒരേ ഒരു മകൻ പഠിക്കാൻ പോയ അടുത്ത് വെച്ച് ഏതോ ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടു, കല്യാണവും കഴിച്ചു. മുത്തശ്ശനെന്നല്ല, ആർക്കും അത് സഹിക്കാനാവില്ല. അതൊക്കെ എനിക്കറിയാം. പിന്നെ കല്യാണം കഴിച്ചത് ഏതോ ഒരു പെണ്ണിനെയല്ല, എന്റെ ശാന്തി ആന്റിയാ. എന്റെ ഡാഡിയുടെ ഒരേ ഒരു സിസ്റ്റർ ശാന്തി ആന്റി. നിന്റെ ഈ മുത്തച്ഛൻ അന്ന് ആ പരാക്രമം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ വീട്ടിൽ ഉണ്ണിയങ്കിള് ശാന്തി ആന്റി ഉണ്ടായിരുന്നേനെ. അറിയോ? അവരൊക്കെ ഇപ്പൊ എവിടെയാ? എവിടെയില്ല. 20 വർഷം മുമ്പ് ബോംബെയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റ്. അന്ന് എനിക്ക് 6 വയസ്സാ. ഇത് കണ്ടോ? മരിക്കും മുമ്പ് ഉണ്ണിയങ്കിൾ എനിക്ക് തന്നതാ. ഏയ്, കണ്ണു നിറയ്ക്കണ്ട, കൺമഷി കലങ്ങും. ഈ കഥകളൊന്നും പുറത്താരോടും പറയരുത്. ചന്ദ്രമോഹൻ അങ്കിളിനും രാധികാന്റിക്ക് മാത്രമേ ഇതറിയൂ. ഇപ്പൊ നിനക്കും. ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ അപ്പം തന്നെ മുത്തച്ഛൻ എന്നെ പുറത്താക്കും, ഉറപ്പാ. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് അയാളെ ഒന്ന് ഉടച്ചു ഉരുക്കും. ആ, അതൊക്കെ പോട്ടെ, നീ ഇവിടെ ഇരി. എന്റെ വക നിനക്കൊരു സമ്മാനമുണ്ട്. സമ്മാനോ? കണ്ണടച്ചേ, കണ്ണടക്കേ. എനിക്ക് എപ്പോഴും നിന്റെ ശബ്ദം കേൾക്കണം. അയ്യോ, എനിക്കിത് വേണ്ട. വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ എന്നെ കൊല്ലും. അത് അറിയിക്കാതിരിക്കാനുള്ള സൂത്രമൊക്കെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ എന്റെ മൊബൈലിൽ ഇവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൺമഷീന്ന് വിളിക്കും. അപ്പോ വിറക്കിയല്ല, ഞാൻ വിളിച്ചത് കാരണം വൈബ്രേറ്റ് ചെയ്തതാ. അതെ, ഇങ്ങനെ കൈ കിടന്ന് വിറയ്ക്കുമ്പോ താഴെ ഇടല്ലേ. എന്റെ ഹൃദയമാണ് നിന്റെ കൈ കിടന്ന് തുടിക്കുന്നത്. ഇനി നിനക്കെന്നെ വിളിക്കണം തോന്നുമ്പോ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വിഷ്ണുന്ന് വിളിക്കണം. വിളിച്ചേ നോക്കട്ടെ. വിഷ്ണു. ഹലോ. ഹലോ കൺമഷി, നീ ഇപ്പൊ എവിടെയാ? കൺമഷി, എവിടെ എന്തെടുക്ക? ഞാനിവിടെ തലയും കുത്തി നിൽക്ക. ഇത് ചോദിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച? എടാ, എനിക്ക് ഉറക്കം വരുന്നേയില്ല. എങ്കിൽ ഞാനൊരു താരാട്ട് പാടിത്തരാം. എനിക്കിപ്പോ പാട്ടൊന്നും അല്ല വേണ്ടത്, നിന്നെ കാണണം. ഇപ്പോഴോ? ഈ രാത്രിയിലോ? നിനക്കെന്താ വട്ട? അതെ, നിന്നെ കാണാത്തോണ്ടുള്ള വട്ട്. എങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങനെ? ഏയ് വേണ്ട വേണ്ട, നീ അത്രയ്ക്ക് റിസ്ക് എടുക്കണ്ട. ഞാൻ അങ്ങോട്ട് വരാം, അതാ നല്ലത്. വരട്ടെ. ഇവിടെ വന്നാ നീ ഹാപ്പി ആകും. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. ഛേ കൺമഷി, നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഈ മൂഡിലാണോ പാട്ടിയമ്മ? എന്നടി കൺമഷി,
ராத்திரிக்கு சிரிக்கிறே என்னது இது தனக்கு தானே பேசிக்கிறாளே கண்மஷி கண்மஷி എന്താ പാട്ടിയമ്മ സ്വപ്നം പാത്തിയാ കാശ് ചെലവില്ലാതെ കാണാൻ പറ്റുന്ന കാഴ്ചയല്ലേ ഇഷ്ടം പോലെ കണ്ടോ നിനക്ക് നാണല്ലല്ലോ എന്ത് ദേ വിഷ്ണു അതൊക്കെ നിന്റെ ബോംബെയിലുള്ള പെൺകുട്ടികളോട് മതി കേട്ടോ പോടാ മുരുകണ്ണനും എന്റെ ഗാങ്ങും ഒക്കെ അവിടെ കാത്തിരിക്കുക മുരുകണ്ണനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ബൈ കൺമഷി വൻ സെറ്റപ്പിലാണല്ലോ കൺമഷി മൊബൈൽ ഫോണൊക്കെ ആയിട്ട് ആരോടാ ഇത്ര വലിയ ഡയലോഗ്സ് എനിക്ക് പോണം അങ്ങനെ അങ്ങ് പോയാലോ മോളെ നമ്മൾ കുറച്ചു നാളായില്ലേ ഈ കളിതമാശ തുടങ്ങിയിട്ട് ഇതുവരെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല നീയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പനയുടെ മോളിന്ന് തലയും കുത്തി വീണ് ചാവുന്ന സ്വപ്നവും കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും വൈകണ്ട എന്താ കൺമഷി എന്താ പറ എന്താണ്ടായത് രാഘവൻ നിനക്ക് കൺമഷിയെ തന്നെ വേണമല്ലടാ അവളാരാ നിന്റെ കെട്ടിയോളോ
കൺമഷിയുടെ ശരീരത്തിൽ ആരും കൈവച്ചാൽ ആ കൈ ഞാൻ വെട്ടും. മനസ്സിലായോ പുല്ല്?